ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പുടിപ്പാറ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ ഇതാ ഈ തെരഞ്ഞെടുപ്പുകൾ എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു എന്നതുപോലെ നിർണായകമാണല്ലോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതും. ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ജോസഫ് ഗ്രൂപ്പിന്റെ 2 സീറ്റുകൾ അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് പകരം ഏതെങ്കിലും സീറ്റുകൾ നൽകുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. താങ്കളുടെ നിഗമനം എന്താണ്? ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ജോസഫ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അതിന് വഴങ്ങുമോ? സാധാരണഗതിയിൽ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചാൽ സൂചിപ്പിച്ചതുപോലെ അഥവാ ജോസഫും അതുപോലെ തന്നെ മോൻസ് ജോസഫും മുന്നണിയുടെ വിശാല താല്പര്യം കണക്കിലെടുത്ത് ഈ തവണ ഒരു ജീവൻ മരണ പോരാട്ടം എന്നുള്ള പോലെയൊക്കെ ജയസാധ്യത കോൺഗ്രസിനാണെങ്കിൽ ആ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നണിയുടെ ജയസാധ്യത ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം എടുക്കാൻ അവർ സന്നദ്ധരായാലും ആ പാർട്ടിയിൽ ഭൈമികാവുന്നവർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് മാത്രം ആ പാർട്ടിയിൽ നിൽക്കുന്ന ഒരുപാട് നേതാക്കളുള്ള ഒരു പ്രസ്ഥാനമാണത്. സ്വാഭാവികമായിട്ടും അവർക്ക് സീറ്റ് മത്സരിക്കാൻ, ജയിക്കുക മാത്രമല്ല മത്സരിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവർ അസ്വസ്ഥരാകുകയും ഒരുപക്ഷെ അപ്പുറത്ത് അവരെ അവർ ചെന്നാൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് എം പോലുള്ള പാർട്ടികൾ അപ്പുറത്തുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഇക്കുറി UDF സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇത്തവണ അധികാരത്തിലെത്തുക അല്ലെങ്കിൽ ഭരണത്തിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ അപ്രതീക്ഷിതമായിട്ട് അഡ്വക്കേറ്റ് പ്രിൻസ് ഇക്കുറിയില്ല. ഏറ്റുമാനൂർ കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സീറ്റുമാണ്. കാരണം കോൺഗ്രസിന് അതിരമ്പുഴ പോലെയൊക്കെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെട്ട മേഖല കോൺഗ്രസിന് നല്ല തട്ടകാണ്. ഏറ്റുമാനൂർ നല്ല സ്വാധീനമുണ്ട്. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ സ്വാഭാവികമായിട്ടും ഏറ്റുമാനൂർ അവർ മത്സരിച്ചാൽ വിജയിക്കാനുള്ള, കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കോൺഗ്രസിനാവട്ടെ കോട്ടയത്ത് അധികം സീറ്റുകളും ഇല്ല മത്സരിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാക്കളെ, കോട്ടയം ജില്ലക്കാരായ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റുമാനൂരിന്റെ കാര്യത്തിലുള്ള ഒരു വികാരം തൃക്കരിപ്പൂരിന്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. തൃക്കരിപ്പൂർ ഒരു സീറ്റ് എന്നുള്ള നിലയ്ക്ക് ജോസഫ് ഗ്രൂപ്പിന് കിട്ടുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നതിനപ്പുറം അവിടെ ഒരിക്കലും വിജയ സാധ്യതയില്ല. സാധാരണ ഇതിൽ ഇപ്പൊ പാലക്കാട്, ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളൊക്കെ പണ്ട് കേരള കോൺഗ്രസ് എമ്മിന് എല്ലാ കാലത്തും UDF കൊടുത്തിരുന്നു. അവിടെ ഒരിക്കലും വിജയിക്കില്ല എന്നറിഞ്ഞിട്ടും സീറ്റെണ്ണം തയ്ക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിരുന്ന ചില സീറ്റുകളുണ്ട്. പക്ഷെ ഇക്കുറി ആ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാനൂർ വിട്ടുകൊടുക്കുമ്പോൾ പക്ഷെ അവരുടെ കണ്ണ് ഈ പറഞ്ഞ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ഈ പൂഞ്ഞാർ പോലുള്ള സീറ്റുകളിലേക്ക് അവർക്ക് അവിടെ കുറച്ച് സ്വാധീനമുണ്ട്. അതുകൊണ്ട് പൂഞ്ഞാറിന് പകരം ഏറ്റുമാനൂർ വിട്ടുകൊടുക്കാൻ തയ്യാറായേക്കും. തൃക്കരിപ്പൂരിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വാശിക്ക് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 9 സീറ്റിൽ താഴത്തേക്ക് പോകാൻ ജോസഫ് ഗ്രൂപ്പ് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അപ്പുറത്ത് മാണി ഗ്രൂപ്പിന് വലിയ പരിഗണന LDF നിന്ന് കിട്ടുന്നു. അതായത് UDF നിന്ന കാലത്തേക്കാൾ സാക്ഷാൽ KM മാണി ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ്, 13 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ കൊടുത്തു. അതിൽ പേരാമ്പ്ര വിട്ടുകൊടുത്ത് 12 അവസാനം 12 സീറ്റുകളിൽ മത്സരിച്ചു. അതിനൊരു കാരണമുള്ളത് എന്താണെന്ന് വെച്ചാൽ LDF സംബന്ധിച്ചിടത്തോളം മധ്യ തിരുവിതാംകൂർ, അതായത് എറണാകുളത്തിനപ്പുറത്തേക്ക് എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര, CPM അത്രമേൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളല്ല. അവിടെ കേരള കോൺഗ്രസിന് കാര്യമായ വോട്ടുകളുമുണ്ട്. അപ്പൊ ആ വോട്ടുകൾ കിട്ടുമെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റാൻ ഒരുപക്ഷെ ജയവും പരാജയവും നിശ്ചയിക്കുന്നത് മാണി ഗ്രൂപ്പിന്റെ വോട്ടുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ പരിഗണിക്കുന്നു. അവരൊരു കാരണവശാലും മറുവശത്ത് പോകരുത് എന്നുള്ള താല്പര്യത്തിൽ അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണ കണ്ടത്. അതിന് LDF വില കൊടുക്കേണ്ടിയും വന്നു. ഇപ്പൊ ചാലക്കുടിയിൽ പരമ്പരാഗതമായിട്ട് CPM കുറെ വർഷങ്ങളായിട്ട് BD ദേവസ്വം പോലുള്ള ഒരു കരുത്തൻ തുടർച്ചയായിട്ട് ജയിച്ച ആ മണ്ഡലം കഴിഞ്ഞ തവണ ഒരു ധാരണപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തു. കേരള കോൺഗ്രസ് എമ്മിന് അവിടെ തൃശ്ശൂർ ജില്ലയിൽ ആകപ്പാടെ LDF തോറ്റ ഒരേ ഒരു മണ്ഡലമായിട്ട് ചാലക്കുടി മാറുകയും ചെയ്തു. അപ്പൊ ചില വിലകൾ അതിന് മറുവില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് കേരള കോൺഗ്രസിന് എമ്മിന് ഇത്തവണയും ഇടതുപക്ഷത്ത് നിന്ന് വലിയ കാര്യമായ പരിഗണന കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് ഉള്ളതിനേക്കാൾ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു നീക്കം ആ പാർട്ടിയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. പക്ഷേ അവിടെ ശ്രീ ജോർജ് പുടിപ്പാറ ഈ സൂചിപ്പിക്കുന്ന പോലെ തുടർച്ചയായ 2 വട്ടം ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷത്ത് ഇനിയും തുടരുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇനിയും ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കടുംപിടുത്തങ്ങൾ ഏത് നിലയിലായിരിക്കും കേരള കോൺഗ്രസിനെ ചിന്തിപ്പിക്കുക? ഒന്ന്, ഒരു വിജയസാധ്യതയില്ല എങ്കിൽ സീറ്റുകൾ വിട്ടു
നൽകിക്കൊണ്ട് വീണ്ടും കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടതുണ്ടോ? അതിനപ്പുറത്ത് കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് എത്തുമെന്നുണ്ട് എങ്കിൽ കൂടുതൽ സീറ്റുകളേക്കാൾ വിജയിക്കുന്ന സീറ്റുകളിൽ പ്രവർത്തനം ശക്തമാക്കി ഒരുപക്ഷെ മന്ത്രിപദം അടക്കം അതിലിപ്പോൾ ഒരു തലമുറ മാറ്റത്തിൻ്റെ കൂടിയൊക്കെ സമയത്തിലേക്ക് വരികയാണല്ലോ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ അപ്പുവായിരിക്കുമോ മത്സരിക്കുക എന്നതിലൊക്കെയുള്ള ചില സംശയങ്ങളും ചർച്ചകളും ഒക്കെ സജീവമാണ് താനുമല്ലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനേക്കാൾ പ്രധാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരിക എന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ അതിനൊരു മറുചോദ്യം ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കളും അല്ലെങ്കിൽ ആ പാർട്ടിയും ഉന്നയിക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ, ഈ മാത്രമാണോ അതിന് വില കൊടുക്കേണ്ടത്? ഞങ്ങൾ മാത്രമാണോ ത്യാഗം സഹിക്കേണ്ടത്? ഞങ്ങൾക്ക് 9 സീറ്റേ ഉള്ളൂ. ആ 9 സീറ്റിൽ ഇനിയും പിന്നോട്ട് പോയാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവർക്കൊരു അഭിമാന പ്രശ്നമുണ്ട്. മറുവശത്ത് ഇടതുമുന്നണിയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്പിന് അവർ ചോദിക്കുന്നിടത്തോളം സീറ്റുകൾ, ആ ഒരു വിജയസാധ്യതയുള്ള സീറ്റുകൾ കൂടുതൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പുറത്ത് UDF-ൽ നിന്നു എന്ന ഒറ്റ പേരിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ പോലും ഇല്ലാതെ കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് അവർക്കൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. പിന്നെ ഞങ്ങൾ എന്തിനു നിൽക്കണം എന്നൊരു തോന്നൽ അതിനകത്തെ രണ്ടാം തരം നേതൃത്വം. അപ്പൊ മോൻസ് ജോസഫിനോ പി ജെ ജോസഫിനോ ആ 2 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. കടുത്തുരുത്തിയുടെയും അതുപോലെ തന്നെ തൊടുപുഴയുടെയും കാര്യത്തിൽ ഒരു തർക്കം ആരും ഉന്നയിക്കാൻ സാധ്യതയില്ല. തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവർ കഴിഞ്ഞ തവണ മത്സരിച്ച മറ്റു സീറ്റുകളുടെ കാര്യത്തിലാണ്, ഏറ്റുമാനൂർ പോലെയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ. അപ്പൊ ഒരുപക്ഷെ ഈ 2 സീറ്റുകൾ കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ എന്ന് പറയുന്നത് ഒരെണ്ണം ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോയാൽ ആ പാർട്ടിയിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏറ്റുമാനൂർ പോലെ തന്നെ ഒരുപക്ഷെ പൂഞ്ഞാറ് പോലുള്ള ഒരു സീറ്റ് വെച്ചു മാറുകയാണെങ്കിൽ പക്ഷെ അത് അംഗീകരിച്ചു തരും. കാരണം ജയസാധ്യത നോക്കുമ്പോൾ ഏറ്റുമാനൂരും പൂഞ്ഞാറും തമ്മിൽ ജോസഫ് ഗ്രൂപ്പിന് വലിയ വ്യത്യാസമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാനൂർ പൂഞ്ഞാറിനെ അപേക്ഷിച്ച് കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നിന്നാൽ ജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സീറ്റ് വിഭജന ചർച്ചകൾ മുന്നേറുമ്പോൾ ഒരുപക്ഷെ ഇപ്പൊ നിലവിലുള്ള മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയെ കാര്യമായി പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി അങ്ങനെ പിണങ്ങി പോവാൻ ആ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ആ മുന്നണിക്കകത്ത് ഘടകകക്ഷികളില്ല. പുതിയ ഘടകകക്ഷികളൊക്കെ വരുമെന്ന് പലവട്ടം നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഇപ്പോ അന്തരീക്ഷത്തിൽ കാണുന്നില്ല. കേരള കോൺഗ്രസ് എം വരും എന്നുള്ളൊരു സാധ്യത ഒരു വിദൂര സ്വപ്നമായിട്ടാണ് മാറുന്നത്. പിന്നെ ആരെങ്കിലും വരാനുള്ളതും ആ സംശയത്തിലാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഘടകകക്ഷികളെ കാര്യമായി പിണക്കാതെ എന്നാൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിജയസാധ്യതയ്ക്കും അതുപോലെ തന്നെ ഭരണത്തിലെത്താനുള്ള വിജയത്തിനുള്ള മുന്നണിയുടെ വിജയത്തിനുമുള്ള ഒരു കൂട്ടായ താല്പര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ഉഭയസമ്മതപ്രകാരം സീറ്റുകൾ വെച്ച് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലാതെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിന് വേണ്ടതിലധികം പരിഗണന മറുവശത്ത് കിട്ടുമ്പോൾ തങ്ങൾ തഴയപ്പെടുന്നു എന്നത് തോന്നലുണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അവർക്ക് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം നേരത്തെ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, പിന്നീട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ്. ശ്രീ സജി, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒരു പരിധിവരെയെങ്കിലും അറിയുന്ന ആളാണല്ലോ. അവിടെ ആ തട്ടകത്തിലല്ല എങ്കിൽ പോലും ഇവിടെ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റുകളിൽ 2 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്തേക്കും എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും ഒക്കെ ആ പരിഗണനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം ആണ്. ഒരു പക്ഷേ ആ UDF എന്ന സംവിധാനം പോലും ഭാവിയിൽ ഉണ്ടാകുമോ എന്നത് നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി കേരളത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിൽ നിർണായകമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചില തന്ത്രങ്ങൾ ആവശ്യമായി വരുന്നു എന്നതാണോ വസ്തുത? അതിനെ കേരള കോൺഗ്രസ് അംഗീകരിക്കുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, എനിക്ക് ഇതിനെ സംബന്ധിച്ച അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഏതായാലും കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റ് എടുത്ത് മത്സരിക്കാൻ നേരത്തെ തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. കാരണം ജോസ് കെ മാണി വിഭാഗം LDF-ലേക്ക് പോയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം അത് സബലീകരിക്കാൻ ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ കുറവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏത് സീറ്റ് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു ഒന്നും നമുക്കറിയില്ല.